തൊണ്ടിമുതൽ കേസിൽ മുൻ മന്ത്രി ആന്റണി രാജു കുറ്റക്കാരനെന്ന് കോടതി. നെടുമങ്ങാട് CJM കോടതിയുടേതാണ് വിധി. ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ തെളിഞ്ഞു. അഭിഭാഷകനായ ആന്റണി രാജു കേസിലെ തൊണ്ടിമുതലായ അടിവസ്ത്രം മാറ്റി നൽകിയതിനെ തുടർന്ന് പ്രതി ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്നാണ് കേസ്. കേസിൽ രണ്ടാം പ്രതിയാണ് ആന്റണി രാജു. ഒന്നാം പ്രതിയായ കോടതി ജീവനക്കാരൻ കേസ് ജോസ് കുറ്റക്കാരനെന്നും കോടതി കണ്ടെത്തി. സെയ്ഫ് സൈനുലാബ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സെയ്ഫ്, നിലവിലിപ്പോൾ MLA സ്ഥാനവും തുലാസിലായൊരു സാഹചര്യം തന്നെയാണ് കോടതി വിധിയെ തുടർന്നുണ്ടായിരിക്കുന്നത്. ചുമത്തിയ വകുപ്പുകളിൽ ഏതൊക്കെ തെളിഞ്ഞിട്ടുണ്ട്? എന്തൊക്കെയാണ് കോടതിയിൽ നിന്ന് ഇന്നുണ്ടായത്? നെടുമങ്ങാട് കോടതിയാണ് കേസ് പരിഗണിച്ചത്. അമൃത, ഇത് ഏതാണ്ട് 19 വർഷങ്ങൾ കുറേ ആവുന്നു ഈ കേസ് ആദ്യം നടന്നിട്ട്. 36 വർഷം ആവുന്നു. അതിൻ്റെ വിചാരണയിലേക്ക് പോകുന്നതിന് വിവിധ ഘട്ടങ്ങളിലുള്ള നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഹൈക്കോടതിയിൽ പോകുന്നുണ്ട്. ഈ കേസ് റദ്ദ് ചെയ്യണം, ഇതിൻ്റെ FIR റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആന്റണി രാജു ഹൈക്കോടതിയെ സമീപിക്കുന്നുണ്ട്. അതിനുശേഷം സുപ്രീം കോടതിയെ സമീപിക്കുന്നുണ്ട്. സുപ്രീം കോടതി പക്ഷേ കേസ് എടുത്ത ഉടനെ തന്നെ പറഞ്ഞത് ഇത് വിചാരണയ്ക്ക് വിധേയമാകേണ്ട കേസാണ്, അതുകൊണ്ട് വിചാരണ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൺസേൺഡ് കോടതിയിലേക്ക് അത് അയക്കുകയാണ് ചെയ്തത്. അങ്ങനെ വിവിധ ഘട്ടങ്ങളിലുള്ള വാദപ്രതിവാദങ്ങൾക്ക് ഒടുവിൽ IPC 201, അതുപോലെ തന്നെ 193, അതുപോലെ തന്നെ 434 എന്നീ വകുപ്പുകൾ തെളിഞ്ഞിട്ടുണ്ട്. 120B ഗൂഢാലോചന, അങ്ങനെ ഇത്രയും വകുപ്പുകൾ തെളിഞ്ഞിട്ടുണ്ട്. ഇത്രയും വകുപ്പുകൾ തെളിഞ്ഞ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് 2 വർഷത്തിൽ കൂടുതൽ എന്തായാലും ഈ വിധി ഉണ്ടാകും, ശിക്ഷാവിധി ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. 2 വർഷത്തിന് മുകളിൽ ശിക്ഷ കയറ്റുന്ന ഏതെങ്കിലും ജനപ്രതിനിധികൾ ഉണ്ടെങ്കിൽ അവർ ആ ജനപ്രതിനിധി സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കപ്പെടും എന്നുള്ള സുപ്രീം കോടതിയുടെ ഒരു വിധി നിലനിൽക്കുന്നുണ്ട്. അത് ഏതെങ്കിലും ഒരു കേസിന് മുകളിൽ മറ്റൊരു കേസ് വന്ന് അതിൻ്റെ വിധി മാറിയിട്ടില്ല. അത് ആ കേസ് തന്നെ പ്രസിഡന്റായിട്ട് നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ജനപ്രതിനിധി സ്ഥാനം ഏതാണ്ട് നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വിധിയിൽ ശിക്ഷാവിധി പറയാത്തതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രഡിക്ഷനിലേക്ക് പോകാൻ കഴിയില്ല. ഇത്രയും കുറ്റങ്ങൾ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ 120B അടക്കമുള്ള ഗൂഢാലോചന കുറ്റം അടക്കം തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 2 വർഷത്തിന് മുകളിൽ പോകും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പിന്നീടുള്ളത് ആന്റണി രാജു ജയിലിലേക്ക് പോകുമോ എന്നുള്ള പ്രസക്തമായ ചോദ്യമാണ്. സാധാരണഗതിയിൽ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് 3 വർഷത്തിന് താഴെയാണ് ശിക്ഷ വിധിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് കോടതിയിൽ നിന്ന് തന്നെ ജാമ്യം എടുത്തു പോകാം. 3 വർഷത്തിന് മുകളിലാണ് എന്നുണ്ടെങ്കിൽ ജയിലിലേക്ക് പോകേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഒരു ജനപ്രതിനിധി, ഒരു മുൻ മന്ത്രി ജയിലിലേക്ക് പോകുന്നു എന്ന പ്രത്യേകത കൂടി ഈ കേസിന് ഉണ്ട്. ഈ കേസിൻ്റെ തുടക്കം ഏതാണ്ട് 1990 കാലഘട്ടത്തിലാണ്. ഒരു ഓസ്ട്രേലിയൻ പൗരൻ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വരുന്നു. അദ്ദേഹത്തിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടെത്തുന്നു. 600 ഗ്രാം മയക്കുമരുന്ന് കണ്ടെത്തുന്നു. മയക്കുമരുന്ന് കണ്ടെത്തിയ ശേഷം ഇത് തിരുവനന്തപുരത്തെ കോടതിയിൽ വിചാരണ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ ഈ ഓസ്ട്രേലിയൻ പൗരൻ്റെ അഭിഭാഷകയുടെ ജൂനിയറായി പ്രവർത്തിച്ച് വരികയായിരുന്നു ആന്റണി രാജു. അങ്ങനെ ഇതിൻ്റെ തൊണ്ടിമുതൽ എന്ന് പറയുന്നത് ഈ അണ്ടർ ഗാർമെൻ്റാണ്, ഈ അടിവസ്ത്രമാണ്. ആ അടിവസ്ത്രം ജോസ് എന്ന് പറയുന്ന അവിടുത്തെ ജീവനക്കാരനുണ്ട്. ഈ തൊണ്ടിമുതൽ സൂക്ഷിക്കുന്ന ആ മുറിയുടെ ജീവനക്കാരനുണ്ട്, അത് സൂക്ഷിക്കുന്ന ആളുണ്ട്. അദ്ദേഹം ഈ അടിവസ്ത്രം എടുക്കുന്ന സമയത്ത് ആന്റണി രാജുവിൻ്റെ കയ്യിൽ കൊടുക്കുകയും ഇത് കൈപ്പറ്റിയിട്ടുണ്ട്, വിചാരണ തുടങ്ങുന്നതിന് മുമ്പ് ഹാജരാക്കാം എന്ന് പറഞ്ഞ് ആന്റണി രാജു തന്നെ സ്വന്തം കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു. പിന്നീട് ഈ കേസ് കോടതിയിലേക്ക് വരുന്ന സമയത്ത് ഈ അണ്ടർ ഗാർമെന്റ് കോടതി ഉയർത്തിക്കാട്ടുകയാണ്. ഇതെങ്ങനെയാണ് ഈ ഇത്രയും പ്രായമുള്ളയാൾ ഇടുന്നത് എന്നുള്ള ചോദ്യം പ്രസക്തമായി ഉന്നയിക്കുന്നു. എന്നിട്ട് കോടതി തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തൊന്ന് മാറി നോക്കാൻ വേണ്ടി പറയുന്നു. അങ്ങനെ മാറി നോക്കുമ്പോൾ അദ്ദേഹത്തിന് പാകപ്പെടുന്നില്ല, അത് ചെറുതായിട്ട് ഇരിക്കുകയാണ്. പിന്നീട് ഈ കേസ് എന്തായാലും അന്ന് ആ സമയത്ത് അതിനെ തള്ളിക്കളയുന്നു. പിന്നീട് ഇതിനകത്ത് സംശയങ്ങൾ തോന്നി ഫോറൻസിക് പരിശോധനയ്ക്കൊക്കെ അയക്കുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ തൊണ്ടി മുതൽ വെട്ടിച്ചെറുതാക്കിയതാണ്. അതിൻ്റെ നീളം മറ്റും പരിശോധിച്ച ശേഷം ഫോറൻസിക് പരിശോധനയിലാണ് വെട്ടിച്ചെറുതാക്കിയതാണ് എന്ന് പറയുന്നത്. അപ്പോഴേക്കും ഓസ്ട്രേലിയൻ പൗരൻ ഓസ്ട്രേലിയയിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. അവിടെ വെച്ചാണ് ഇതിനകത്ത് സിനിമ പോലൊരു ടെസ്റ്റ് സംഭവിക്കുന്നത്. അദ്ദേഹം ഓസ്ട്രേലിയയിൽ ഒരു കുറ്റത്തിന് അദ്ദേഹത്തിനെ പിടിക്കുകയും അദ്ദേഹം ജയിലിൽ കിടക്കുന്ന സമയത്ത് സഹതടവുകാരനായ ഒരാളോട് താൻ ഇങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട്, ഒരു കേസിൽ നിന്ന് താൻ ഇങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുകയും തൊണ്ടി മുതൽ മോഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് എന്ന് പറയുകയും ചെയ്തു. ഇത് അവിടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനോട് ഈ സഹതടവുകാരൻ ഈ വിശേഷങ്ങൾ പറയുന്നു, ഈ വിവരങ്ങൾ കൈമാറുന്നു, ഇയാൾ ഇങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ഇന്റർപോൾ വഴി CBI വഴി അത് കേരള പോലീസിനെ അറിയിക്കുകയാണ്. കേരള പോലീസാണ് പിന്നീട് ഇതിനകത്ത് വിശദമായ പരിശോധന നടത്തുകയും അത്
കുറ്റപത്രത്തിലേക്കും മറ്റും പോകുന്ന തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത്. എന്നിട്ടും ആ കേസിന്റെ വിചാരണ നടപടികൾ എവിടെയും എത്തിയില്ല. പിന്നീട് അനിൽ ഇമ്മാനുവൽ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ, നമ്മളെ സഹപ്രവർത്തകനാണ്, അദ്ദേഹം മറ്റൊരു സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾക്കൊടുവിൽ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി പിന്നീട് സ്വന്തമായ ഒരു മാധ്യമ സംവിധാനം ആരംഭിക്കുകയും അന്ന് ഫേസ്ബുക്കിൽ അദ്ദേഹം ഒരു പോസ്റ്റ് ഇടുന്നുണ്ട്, വിശദമായി തന്നെ ഇടുന്നുണ്ട്, ആന്റണി രാജുവിൻ്റെ ആ കേസ് അട്ടിമറിക്കപ്പെട്ടത് എങ്ങനെ എന്നുള്ള ഒരു പോസ്റ്റ് അദ്ദേഹം ഇടുന്നുണ്ട്. അതോടുകൂടി മറ്റു മാധ്യമങ്ങളും ആ വിഷയം ഏറ്റെടുക്കുന്നുണ്ട്. ആ വിഷയം ഏറ്റെടുത്തതോടുകൂടി പോലീസിന് മേൽ വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നു. അത് വിചാരണ ഘട്ടത്തിലേക്ക് പോകുമെന്ന് മനസ്സിലാക്കി ആന്റണി രാജു ഹൈക്കോടതിയെ സമീപിക്കുന്നുണ്ട്. ഇത് റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നുണ്ട്. ഹൈക്കോടതി പക്ഷേ അത് തള്ളിക്കളഞ്ഞു. അങ്ങനെ ആന്റണി രാജു സുപ്രീം കോടതിയെ സമീപിക്കുകയാണ്. പക്ഷേ സുപ്രീം കോടതി കൃത്യമായി പറഞ്ഞു ഇത് വിചാരണ നേരിടേണ്ട കേസ് തന്നെയാണ് എന്ന് കൃത്യമായി തന്നെ പറഞ്ഞ് വെക്കുകയും ചെയ്തു. അങ്ങനെയാണ് അത് വിചാരണ നടപടികളിലേക്ക് പോയത്. വിചാരണ നടപടികളിലേക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ അനുകൂലമായ ഒരു സാഹചര്യം ആന്റണി രാജുവിന് ഉണ്ടായിട്ടില്ല. കാരണം ഇത് വെട്ടിമുറിച്ചതാണ് അണ്ടർഗാർമെന്റ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്താൻ ഫോറൻസിക് പരിശോധനയിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. ഇനിയുള്ളത് ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ ഭാവിയാണ്. അത് തുലാസിലായിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ജയിൽവാസത്തിനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ശരിയാണ്, ഇപ്പോൾ ശിക്ഷ വിധിച്ചിട്ടില്ല എന്നുള്ളത്